BJP അക്കൗണ്ട് തുറന്നത് രാഷ്ട്രീയ വെള്ളുവിളി. മുന്നറിയിപ്പ് കണ്ടില്ലെങ്കിൽ ഇനിയും തുടരുമെന്ന് CPI. രാജ്യത്താകെ ജനങ്ങൾ BJPയെ പാഠം പഠിപ്പിച്ചപ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ അവർ അക്കൗണ്ട് തുറക്കാനാണ് സഹായിച്ചത്. മതേതര ശക്തികൾ അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകിയത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി അതിനെതിരൊന്നും പറഞ്ഞില്ല എന്നാണ് അറിയുന്നത്. പാർലമെൻ്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധിയെ തീരുമാനിച്ചു. റായ്ബറേലിയിൽ നിലനിർത്തി വയനാട് സ്ഥാനം ഒഴിയുമെന്നാണ് അറിയുന്നത്. ഇന്ന് വൈകുന്നേരം 7:15 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം 57 മന്ത്രിമാരോ 15 മന്ത്രിമാരോ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത്. വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 7 അയൽരാജ്യങ്ങളിൽ പ്രതിനിധീകരിച്ച് രാഷ്ട്രത്തലവന്മാരും പങ്കെടുക്കുന്നു. രാജ്യം ഇതുവരെ കാണാത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രദേശം മുഴുവൻ സുരക്ഷാ വലയത്തിലാണ്. CPMന് വൈകി വന്ന ബോധോദയം. കാക്ക കണ്ടാലറിയും, കൊക്ക് കൊണ്ടാലേ അറിയൂ എന്ന് ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സർക്കാർ ഡബിൾ എഞ്ചിനോടെ പ്രവർത്തിക്കണമെന്ന് CPM ഇനിയുള്ള 2 വർഷമെങ്കിലും കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. 2 തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് വലിയ തോതിൽ ചോർന്നുപോയി. 11 സിറ്റിംഗ് മണ്ഡലത്തിൽ CPM 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. മുഖ്യമന്ത്രി വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ പറഞ്ഞത് 20-ൽ 20 നേടുമെന്നാണ്. ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് കാണേണ്ടതെന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെയെല്ലാം മറികടക്കാൻ വേണം 3-ാം തുടർഭരണം ഉറപ്പിക്കാൻ. സർക്കാർ പ്രവർത്തനം ജനവിശ്വാസം നേടി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. 10 കൊല്ലം പിണറായി വിജയൻ നടത്തിയ ഭരണമാണ് മികച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്രത്തിലെ മോദി ഭരണവും മികച്ചതാണെന്ന് പിണറായിയും മോദിയും വിശ്വസിച്ച് പറയുന്നു. അഹങ്കാരവും അഹംഭാവവും വെച്ച് പുലർത്തിയതാണ് ഈ ഭരണമെന്നും പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല കണക്കാക്കിയത്, ജനദ്രോഹമായിരുന്നു എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്ന. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി നടത്തിയതെന്നാണ് പറയേണ്ടത്. മോദിയുടെ തന്നിഷ്ട ഭരണത്തിന് കടിഞ്ഞാൻ വീഴും. സമവായം വേണ്ടിവരും. ഗുജറാത്ത് മോഡൽ ഭരണരീതി ഇനി നടക്കില്ല. BJPക്ക് തനിച്ച് കേവലഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷി പിന്തുണയുടെ നിയന്ത്രണത്തിലെ ചരടിലാകും ഇനി പ്രധാനമന്ത്രി മോദിയുടെ ഭരണം. മന്ത്രിമാരെ നിശബ്ദ സാക്ഷികളാക്കി എല്ലാ വകുപ്പിലും മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുക്കുകയും കൂടിയാലോചനകളില്ലാതെ നയപ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്ന ഗുജറാത്ത് മോഡൽ ഭരണരീതി ഇനി കേന്ദ്രത്തിൽ നടപ്പില്ല. NDAയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത് വാജ്പേയിയുടെ ഭരണകാലത്തെ സമീപനമായിരിക്കും ഇനി നടത്തുക. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണകാലത്ത് നിർണായക നയതീരുമാനങ്ങളും പദ്ധതി പ്രഖ്യാപനങ്ങളിലും സർവകക്ഷിയുമായി ചർച്ച ചെയ്യുക പതിവില്ല. BJP പാർട്ടിയിൽ പോലും പ്രധാനമന്ത്രിയും അമിത്ഷായും മാത്രമാണ് തീരുമാനമെടുക്കുന്നത്. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള 2019 ഓഗസ്റ്റ് 5-ന് രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപ്രതീക്ഷിതമായി അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം BJPയും മുതിർന്ന നേതാക്കൾ പോലും അന്തം വിട്ട് അമ്പരക്കുകയായിരുന്നു. നോട്ട് നിരോധനവും അതുപോലെ തന്നെ പ്രഖ്യാപനം പ്രധാനമന്ത്രി ടെലിവിഷനിലൂടെ നടത്തുമ്പോൾ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പോലും ഈ തീരുമാനം അറിഞ്ഞിരുന്നില്ല. വനിതാ സംവരണത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് വരെ പാർലമെന്റിൽ ആരും തന്നെ ഇത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. 400 സീറ്റ് പ്രതീക്ഷിച്ച് ഗൂഗിളിന് നൽകിയ 116 കോടി ഇത്തവണ എല്ലാം പാളി. മോദി സ്വപ്നം പൊളിച്ചടുക്കിയത് ഫാക്ട് ചെക്ക്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മിക്ക പാർട്ടികളും ഡിജിറ്റൽ പരസ്യങ്ങൾക്കായി കോടികളാണ് ചെലവഴിച്ചത്. എന്നാൽ കൂടുതൽ പണം ഇറക്കിയ BJPക്ക് 400 സീറ്റ് എന്ന പ്രതീക്ഷ മങ്ങി എന്നാണ് കാരണം. എവിടെയാണ് ഡിജിറ്റൽ തന്ത്രം പാളിയത്? ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോൾ അവർ. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വ്യാപകമായി നടത്തിയ പ്രചാരണത്തിൽ BJPക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? അതിനിടയിൽ കോൺഗ്രസിൽ എത്രത്തോളം മുന്നേറ്റം നടന്നു എന്നതായി വിശദമായി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ പേരിലേക്ക്
പ്രചാരണം എത്തിച്ച് തനിക്ക് ഭരിക്കാവുന്നത്ര സീറ്റുകൾ നേടുക. ഈ തന്ത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ പ്രയോഗിച്ച അതേ പഴയ രീതി തന്നെയാണ് ഇത്തവണയും പ്രയോഗിച്ചത്. പക്ഷേ കൂട്ടിന് നിർമ്മിത ബുദ്ധി, AI അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. ഇത്രയൊക്കെ ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതേസമയം കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിച്ച ശേഷവും 99 സീറ്റ് നേടി ഇന്ത്യ മുന്നണിക്ക് 235 സീറ്റ് നേടാനായതാണ് മോദിയെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. തോറ്റാലും ജയിച്ചാലും പരാതിയും അടിപിടിയും ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള സമീപനം ഇല്ലാതാക്കും. മുരളീധരനും രമ്യ ഹരിദാസിനും തോറ്റതിലെ പരിഭവം ആക്ഷേപങ്ങളും ഉണ്ടാകുന്നത് സർവ്വസാധാരണ സംഭവം. പാർട്ടിയെയും നേതാക്കളെയും കുറ്റം പറയുന്നതിനേക്കാൾ സ്വയം തിരുത്താൻ തയ്യാറാവണം. കൂലി കിട്ടാൻ പണിയെടുക്കണം. നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് വാഹനങ്ങളിൽ ഓടി നടന്ന് കൈവീശിയാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന അമിത വിശ്വാസം പാഠം പഠിപ്പിക്കുന്നതാണ് തൃശ്ശൂരിലും ആലത്തൂരിലും നടന്നത്. ജയിച്ചിട്ടും പരാതി പറയുന്ന സംഭവങ്ങളും കാണുന്നു. ശശി തരൂർ ജയിച്ചിട്ടും പരാതി പറയുന്നത് ആരും അംഗീകരിക്കുന്നില്ല. ശശി തരൂർ ഇതുവരെ മണ്ഡലത്തിലും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചത് എന്താണെന്ന് ജനങ്ങൾക്കറിയും. ഈ ഭൂരിപക്ഷം അതിന് കിട്ടിയത് ധാരാളമാണെന്നാണ് അണികൾ പറയുന്നത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടത്, മാനം കാക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമാണ്. ജയിച്ചു കഴിഞ്ഞ് രാജ്യം ചുറ്റും വാലിബനായി നടന്നാൽ അടുത്ത പ്രാവശ്യം മത്സരിച്ചാൽ പരാജയം ഉറപ്പാകും. വടകരയിൽ നിന്ന് മാറേണ്ടതില്ല എന്ന് മുരളീധരൻ പറയുന്നത് തീരെ ശരിയല്ല. സാഹചര്യം ഇപ്പോഴങ്ങനെയല്ല. വടകരയിലാണെങ്കിലും തോൽവി ഉറപ്പായിരിക്കും. നേതാക്കൾ തോറ്റാലും തല്ലുകൊള്ളാനും കേസിൽ പെടാനും പ്രവർത്തകർ, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ സാധാരണ സംഭവം തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നേതാക്കൾ എപ്പോഴും സേഫ് ആയിരിക്കും. തൃശ്ശൂർ DCCയിലെ തമ്മിൽ തല്ല് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ജനങ്ങൾ കാണുന്നു. ദുരനുഭവം നാണക്കേടുമാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ചില പാർട്ടികൾ 19 തോറ്റിട്ടും ആർക്കും ഒരു പരാതിയുമില്ല. സാധാരണ പോലെ ഒന്നും അറിയാത്ത പോലെയാണ് നടക്കുന്നത്. തൃശ്ശൂർ DCC പ്രസിഡന്റായി തൽക്കാലം പാലക്കാട് MP VK ശ്രീകണ്ഠനെ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്.